ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ണിയപ്പം അല്ലെങ്കിൽ കുഴിയപ്പം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. സാധാരണ നമ്മൾ പച്ചരി എല്ലാം കുതിർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഉള്ള കുറച്ച് തേങ്ങ കൊത്തു ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നെയ്യിൽ. അപ്പം ഞാനൊരു ഒരു ചെറിയൊരു പാത്രത്തിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് തേങ്ങ കൊത്ത് അധികം കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം പ്യുവർ ഗീയിൽ വേണം നമ്മളിത് വറുത്ത് കോരി എടുക്കാനായിട്ട്. ഞാനിപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കോരിയെടുക്കുക, വറുത്തിട്ട് എടുക്കുക. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് വറുത്തിട്ടെടുക്കുക നമ്മൾ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതേ സമയം തന്നെ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഒരു 300 ഗ്രാം ശർക്കര ഞാൻ ഇതേപോലെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കളറുള്ള ടൈപ്പ് ശർക്കരയാണ് കേട്ടോ, മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 300 മുതൽ 350 ഗ്രാം വരെ ശർക്കര നമുക്ക് മധുരത്തിനായിട്ട് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് മെൽറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അലിയിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്കുള്ള ആ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്, പിന്നെ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി. ഈ ക്വാണ്ടിറ്റി തെറ്റിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും ഈക്വലായിട്ടാണ് ചേർത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയിലേക്ക്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. റവ നമ്മൾക്ക് ഒരു നല്ലൊരു ക്രിസ്പി ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ബാറ്റർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റവയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താനായിട്ട് എളുപ്പമായിരിക്കും. വിസ്കാണോ ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശർക്കര പാനി നല്ല ചൂടോട് കൂടിയിട്ട് നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് മെൽറ്റായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ പൊടിയൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. കാരണം നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം എല്ലാതും മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് മെൽറ്റ് ആവാനുണ്ട്. ആ ഒരു സമയത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചെറിയ മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലിട്ടിട്ട് ഒരു 4 ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഇടുന്നത് ഏലക്കായ ശരിക്കും ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. ഏലക്കായുടെ ആ ഒരു ചെറിയൊരു ടേസ്റ്റ് നമ്മുടെ ഉഴിയപ്പത്തിന് ഉണ്ടാവുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിപ്പം ശർക്കര പാനി 300-350 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിലാണ് അരിച്ചെടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ഈ ഒരു ഇതിലേക്ക് അളവ് കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് അപ്പം തന്നെ ആ ചൂടോട് കൂടിയിട്ട് തന്നെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ശർക്കരയുടെ പാനി എത്താനായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിട്ടിരിക്കും. ഞാൻ കുറേശ്ശായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം തന്നെ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. അതായത് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നനവ് എത്തിയിരിക്കണം. ചൂടുള്ള ആ ഒരു ഇതുള്ള തന്നെ എത്തിയിരിക്കണം കണ്ടോ. അപ്പോൾ ഫോർക്ക് ആകുമ്പോൾ നമുക്ക് കട്ട ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചിട്ടെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിപ്പം ശർക്കരയ്ക്ക് നല്ല കളറുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബാറ്ററി ഈ ഒരു കളറിലിരിക്കുന്നത്.
സാധനമായിട്ട് നമ്മളുടെ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ കറക്റ്റ് അളവിൽ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇതിൽ ഒഴിക്കുക. അതല്ല വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുഴിയപ്പം നല്ല ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൽ ഒഴിക്കുമ്പോൾ തന്നെ റവ ഒക്കെ ഒന്ന് കുതിർന്ന് കുറച്ച് സമയം ഒന്നാകുമ്പോഴത്തേനും കറക്റ്റ് ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി സൈഡിലുള്ള ആ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ 2 പഴം എടുത്തിട്ടുണ്ട്. ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴം ചേർക്കാതെ ഉണ്ടാക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് ഇതിൽ ചെറിയ കുഴിയപ്പത്തിൽ ഈ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്താണ്. നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ട നെയ്യോടുക്കാൻ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്യുടെ ടേസ്റ്റും ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആണല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ആ പൊരിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴാണോ നമ്മൾ ചട്ടിയിലേക്ക് കോരി ഒഴിച്ചിട്ട് പൊരിക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നായിട്ടാണ് ചേർക്കേണ്ടത്. പിന്നെ ചേർക്കേണ്ടതാണ് കറുത്ത എള്ള്. അത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, അതിൻ്റെ ടേസ്റ്റും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഇതിങ്ങനെ കട്ടയായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഫോർക്ക് തന്നെയാണ് അതിന് ഏറ്റവും നല്ലത്. ഫോർക്കാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മധുരമൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുഴിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓയിലിൽ വേണമെങ്കിൽ ഓയിലിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ എല്ലാ കുഴിയിലത്തെയും എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഒഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല ചൂടിലാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിതൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. എല്ലാത്തിലും ഒഴിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കായെന്ന് നമുക്ക് തോന്നുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മറിച്ചിട്ടിട്ട് കൊടുക്കുക. ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അല്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും. പെട്ടെന്ന് തന്നെ അത് കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആവട്ടെ. നല്ല ചൂടിലുള്ള വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്ട്രെയിനറിലിട്ടിട്ട് അതിൻ്റെ എണ്ണയൊക്കെ പോയതിനു ശേഷം നമുക്ക് എടുക്കാം. അതുപോലെ അടുത്ത സെറ്റ് ഞാൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അരിയൊന്നും കുതിർക്കാണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ കുഴിയപ്പം കഴിക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹം വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്